1976 മുതൽ പുഴയ്ക്ക് കുറുകെ ഒരു പാലത്തിനായി കാത്തിരിക്കുകയാണ് കാരിക്കുളത്തുള്ളവർ. പലതവണ അധികൃതരെ സമീപിച്ചുവെങ്കിലും അർഹമായ പരിഗണന ലഭിക്കുന്നില്ലെന്ന പരാതിയിലാണ് കാരിക്കുളം നിവാസികൾ. കാരിക്കുളം കടവിൽ പാലം വേണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് 5 പതിറ്റാണ്ടോളം പഴക്കമുണ്ട്. 1976 പാലപ്പള്ളി വില്ലേജ് ഓഫീസർ മുഖേന സർക്കാരിലേക്ക് അയച്ച നിവേദനത്തിന്റെ കോപ്പി ഇപ്പോഴും മനുഷ്യാവകാശ പ്രവർത്തകനായ സുരേഷ് ചെമ്മനാടൻ സൂക്ഷിച്ചിട്ടുണ്ട്. ആറ്റപ്പള്ളി കച്ചേരിക്കടവ് പാലങ്ങൾക്ക് വേണ്ടി ആവശ്യമുയരുന്നതിന് വർഷങ്ങൾക്ക് മുൻപേ കാരിക്കുളം നിവാസികളുടെ പാലത്തിനു വേണ്ടിയുള്ള ആവശ്യം സർക്കാരിന് മുന്നിൽ എത്തിയതാണ്. 1976 മുതൽ ഈ കാരിക്കുളം കടവ് ദേശക്കാരും അതിൻ്റെ അനുബന്ധമായിട്ടുള്ള ഏരിയയിൽ നിൽക്കുന്ന പരിധിയിൽപ്പെട്ട ആൾക്കാരും ഈ പാലത്തിന് വേണ്ടിയിട്ട് നിവേദനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കിപ്പോൾ ഒരു പതിറ്റാണ്ടുകളായിട്ടുള്ള ഒരു ആവശ്യമാണ് ഇവിടെ കാരിക്കുളം കടവ് പാലം എന്ന് വരണമെന്നുള്ള ജനങ്ങളുടെ ആവശ്യം. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് നമ്മൾ 15 വർഷമായി ഇതിൻ്റെ പിന്നിൽ നിരന്തരം നിവേദനങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വരന്തരപ്പള്ളി, വെട്ടിങ്ങപ്പാടം, പൗണ്ട്, പുലിക്കണ്ണി, കൽക്കുഴി എന്നീ ഭാഗങ്ങളിൽ ഉള്ളവർക്ക് കന്നാറ്റുപാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ചൊക്കന, കുണ്ടായി എന്നിവിടങ്ങളിലേക്കും, ഹാരിസൺ മലയാളം പ്ലാന്റേഷന്റെ വലിയകുളം ഡിവിഷൻ, കുണ്ടായി ഡിവിഷൻ, ചൊക്കന ഡിവിഷൻ എന്നിവിടങ്ങളിലേക്കും പോകുന്നതിന് കാരിക്കുളത്ത് പാലം വന്നാൽ വലിയ അനുഗ്രഹമാകും. നിലവിൽ 8 കിലോമീറ്ററോളം കൂടുതൽ യാത്ര ചെയ്ത് പുലിക്കണ്ണി, പാലപ്പള്ളി വഴിയാണ് അവർ പോകുന്നത്. ഇവിടുന്ന് പുഴയ്ക്ക് അക്കരെ കടന്നാൽ 907 ശിവക്ഷേത്രവും കന്നാറ്റുപാടം ഹൈസ്കൂള്, ബസ് സമരങ്ങൾ വന്നാൽ വാഹന സൗകര്യം ഇല്ലെങ്കിൽ ഈ പാലം വന്ന ഇവിടെയുള്ള കുട്ടികൾക്കൊക്കെ അരമണിക്കൂർ കൊണ്ട് പ്രസ്തുത സ്കൂളിൽ എത്താവുന്നതാണ്. അല്ലെങ്കിൽ മുപ്ലിയം, പിന്നെ പള്ളിക്കുന്ന് അങ്ങനെയുള്ള സ്ഥലങ്ങൾക്ക് പോകണമെങ്കിൽ ബസ് സർവീസ്, വാഹന സൗകര്യം വേണം. ഇതില്ലെങ്കിലും ഇവിടെയുള്ള കുട്ടികൾക്ക് പഠിക്കാനും സാധിക്കും. ആയുസ് കുറേ മരണത്തിൽ വെള്ളത്തിൽ പോകാണ്ട് അവർ വീട്ടിലെത്തി പരിപൂർണമാക്കാനൊക്കെ സാധിക്കും എന്നൊരു പ്രതീക്ഷയുണ്ട്. നാട്ടുകാരുടെ പ്രധാന ആരാധനാലയങ്ങളായ ഓത്തനാട് ശിവക്ഷേത്രം, 907 ജാറം എന്നിവിടങ്ങളിലെ ആഘോഷങ്ങൾക്ക് എല്ലാ വർഷവും 10,000 ചെലവഴിച്ച് താൽക്കാലിക പാലം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ വർഷാവർഷമുണ്ടാകുന്ന അധിക ചെലവും നാട്ടുകാരുടെ അധ്വാനവും ഒഴിവാക്കാനും സാധിക്കും. ഇവിടുത്തെ തട്ടയ ശിവക്ഷേത്രമായ പൂരം നാളുകളിൽ ഈ പാലം ക്രോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ നിരവധി പരിശ്രമം കൊണ്ട് നിരവധി പണം ചെലവാക്കിയിട്ടാണ് ഈ പാലം താൽക്കാലികമായിട്ട് ഇവിടുന്ന് പോകാനായിട്ട് ഉപയോഗിക്കുന്നത്. അത് ആ സീസൺ കഴിഞ്ഞ് പൊളിച്ചു കളയേണ്ട ആവശ്യമുണ്ട്. ഇങ്ങനെ എല്ലാ കൊല്ലവും 10,000 രൂപ ചെലവ് ചെയ്ത് ഇവിടുത്തെ സാധാരണക്കാരായ ആളുകൾ ഈ പാലം പണിയാണ്. കഴിഞ്ഞ 15 വർഷമായി ഈ ആവശ്യത്തിനു വേണ്ടി നിരന്തരം അപേക്ഷകളും നിവേദനങ്ങളുമായി സർക്കാരിനെ സമീപിക്കുന്ന വ്യക്തിയാണ് പൊതുപ്രവർത്തകനായ സുരേഷ് ചെമ്മനാടൻ. 2017-18 സാമ്പത്തിക വർഷത്തിൽ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയും സ്ഥലം MLA-യുമായിരുന്ന സി രവീന്ദ്രനാഥിന്റെ നിർദ്ദേശപ്രകാരം 812 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സമർപ്പിക്കുകയും ചെയ്തിരുന്നു. എങ്കിലും ഇതുവരെ നടപടിയായില്ല. ഒടുവിൽ 2022 ഒക്ടോബറിൽ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജന് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് വിഷയം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് പാലങ്ങൾ വിഭാഗം ചീഫ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ പുഴയ്ക്കു കുറുകെ ഒരു പാലം വേണമെന്നുള്ള ഇവിടത്തുകാരുടെ ആവശ്യത്തിന് അരനൂറ്റാണ്ടോളം പഴക്കമുണ്ട്. ആറ്റപ്പള്ളി പാലത്തിനും കച്ചേരിക്കടവ് പാലത്തിനും മുൻപ് തന്നെ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ സർക്കാരിന് മുന്നിൽ കാരിക്കുളം കടവിൽ പാലം വേണമെന്നുള്ള ആവശ്യവുമായി ജനം എത്തിയിരുന്നു. എന്നിട്ടും അർഹിക്കുന്ന പരിഗണന ഇതുവരെയും ലഭിച്ചിട്ടില്ല. എത്രയും വേഗം അധികൃതർ ഇവിടത്തുകാരുടെ ആവശ്യത്തിൽ ഇടപെടും എന്ന പ്രതീക്ഷയിലാണ് ജനം. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ബൈജു ദേവസി, NCTV ന്യൂസ്.